നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് കടച്ചക്ക ചെമ്മീനിട്ട് വറുത്തരച്ചു വെച്ച കറിയാണ്. അതിനു മുമ്പായി നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ബെൽ ബട്ടനും അമർത്തുക. ഇനി നമുക്ക് നമ്മളുടെ ഈ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കടച്ചക്ക ഒരെണ്ണം, ചെമ്മീൻ ഒരു 100 ഗ്രാം, അത് മീറ്റാണ്, തൊലി കളഞ്ഞു വെച്ചത്. തേങ്ങ അരമുറി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പച്ചമുളക് ഒരു 4 എണ്ണം, വറ്റൽ മുളക് ഒരു 5 എണ്ണം, കടുക് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉള്ളി ഒരു 12 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, വേപ്പില ഒരു 3 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്. അതുപോലെ വാളൻപുളി, അത് നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. വാളൻപുളി ഉപയോഗിക്കാതെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇവയൊക്കെയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കടച്ചക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളിട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി വെള്ളത്തിലാണ്. മഞ്ഞൾപ്പൊടി വെള്ളത്തിലിടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ പാചകത്തിനായിട്ട് പാത്രത്തിലേക്ക് മാറ്റുകയാണിപ്പോൾ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലിടാൻ പോകുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. അതല്പം വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ അതിലേക്ക് ഇട്ടിരിക്കുന്നത്. ആ വെള്ളത്തോടെ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കിടന്നിട്ട് കടച്ചക്ക വെന്തെന്നാൽ നന്നായിട്ട് രുചി ഉണ്ടാവും. ചെമ്മീത്തിൻ്റെ രുചി കടച്ചക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം പച്ചമുളക് അരിഞ്ഞിട്ട് ഇനി നമ്മളിടുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. അതിനുശേഷം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കൂടി പോകരുത്. ഇനി നമുക്കിത് വേകാൻ വേണ്ടിയിട്ട് അല്പം വെള്ളവും കൂടി ചേർക്കാം. കയ്യിൽ കൊണ്ടൊന്ന് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നമുക്ക് അടപ്പിലേക്ക് വെക്കാം. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ആവി കൊണ്ട് വെന്താൽ മതി. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടച്ചക്ക ഒരു വാരം നല്ല മൂത്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് മതി ഇത് വേകാനായിട്ട്. നിങ്ങളിപ്പോൾ കാണും പോലെ നമ്മളുടെ കടച്ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് പയ്യൊന്ന് ഇളക്കിയിട്ട് നമ്മളിത് മാറ്റി വെക്കാൻ പോണേന്. നമ്മളിവിടെ ഈ കടച്ചക്ക എന്ന് പറയുന്നത് മറ്റ് ചിലയിടങ്ങളിലൊക്കെ ഇതിനെ ശീമച്ചക്ക എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളിവിടെ കടച്ചക്ക എന്നാണ് പറയണത്. അടുത്തായി നമുക്ക് തേങ്ങ വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ ചിരണ്ടി വെച്ച അരമുറി തേങ്ങ, അതിൻ്റെ പീര നമ്മളതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് അതിൽ നന്നായിട്ട് നമ്മൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി ഒരു ചുവന്ന പരുവത്തിൽ അത് മൊരിഞ്ഞ് വരണം. ഇതുപോലെ നന്നായിട്ട് ചുവന്ന പരുവത്തിലായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് മല്ലിപ്പൊടിയാണ്, 2 ടീസ്പൂൺ. ഇത് മുളക് പൊടി 2 ടീസ്പൂൺ. ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയാണ്. ഇതിലിട്ട് നന്നായിട്ടിത് ഒരു കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കാം. നമുക്ക് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചു വെച്ച അരപ്പ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ആ മിക്സിയിൽ നിന്ന് പൂർണ്ണമായിട്ട് അരപ്പ് പോരാൻ വേണ്ടി അല്പം ചൂടുവെള്ളമാണ് നമ്മളതിൽ ഒഴിച്ചത്. ചൂടുവെള്ളം ഒഴിച്ചാണ് നമ്മൾ അരപ്പ് എടുത്തത്. ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എണ്ണമയം ഉള്ളത് കൊണ്ടിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ അത് എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ
നേരത്തെ വേവിച്ച് വെച്ച കടച്ചക്കയിലേക്ക് ഈ അരപ്പ് നമ്മൾ ആഡ് ചെയ്യണതാണ്. അതിനുശേഷം ഇത് പുളി വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. വാളംപുളിയുടെ വെള്ളമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പുളി ഉപയോഗിക്കാതെ നമുക്കിത് ചെയ്യാവുന്നതാണ്. വീണ്ടും നമ്മളിതുപോലെ പയ്യൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെക്കും. 5 മിനിറ്റ് ഒന്ന് തള വന്നാൽ മതി, അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മൾ അതിനായിട്ട് വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളിനി 1 ടീസ്പൂൺ കടുക് അതിലിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച വേപ്പിലയാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. ഇനി നമ്മൾ ഇടുന്നത് വറ്റൽമുളക് ഒരു 5 എണ്ണം. ഇതിന് ശേഷം പയ്യൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ ഇളക്കി ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുവന്നു വരുന്ന ഒരു പരുവത്തിൽ വരണം. ഇതോടുകൂടി നമ്മുടെ കടുക് പൊട്ടിക്കുന്നത് ആ താളിച്ചെടുക്കുന്ന ഇത് പരുവം കറക്റ്റായിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്യണേ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മളുടെ കടച്ചക്ക ചെമ്മിനിട്ട് വറുത്തരച്ചത് കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ ഈ കടച്ചക്ക അല്ലെങ്കിൽ ശീമച്ചക്ക എന്ന് പറയുന്നത് വളരെ അധികം ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഈ കൊളസ്ട്രോള്, അതുപോലെ ഹൃദയാഘാതം മുതലായ ഒട്ടനവധി രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്ക്, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വ്യത്യസ്തവും രുചികരവുമായ വിഭവമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരേക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.